നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. KSRTC ബസും ലോറിയും കൂട്ടിയിടിച്ച അപകടം. 10 പേർക്ക് പരിക്ക്. കൊട്ടിയം പറക്കുളത്തായിരുന്നു അപകടം. കൊല്ലം തേനി ദേശീയപാത വികസന പദ്ധതിക്ക് അന്തിമ അംഗീകാരം. ആദ്യ റീച്ചിന്റെ വികസനത്തിന് 1663.15 കോടിയുടെ ഭരണ സാങ്കേതിക അനുമതി. കൊല്ലം കടവൂർ ബൈപ്പാസ് ജംഗ്ഷൻ മുതൽ ചെങ്ങന്നൂർ ആഞ്ഞിലിമൂട് വരെയുള്ള 54.37 കിലോമീറ്ററാണ് ആദ്യ റീച്ച്. റീൽസ് ചിത്രീകരണത്തിനിടെ ബൈക്ക് അപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചു. കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങര സ്വദേശി അരവിന്ദാണ് മരിച്ചത്. 3 പേർക്ക് പരിക്കേറ്റു. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധം. സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക്. സംസ്ഥാന ബജറ്റിൽ അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ സർവീസുകൾ നിർത്തിവെക്കുമെന്ന ബസ് ഉടമകൾ. വിശദമായ വാർത്തകളിലേക്ക്. KSRTC ബസും ലോറിയും കൂട്ടിയിടിച്ച അപകടം. 10 പേർക്ക് പരിക്ക്. കൊട്ടിയം പറക്കുളത്താണ് അപകടമുണ്ടായത്. തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന സൂപ്പർഫാസ്റ്റ് ബസും നാഷണൽ പെർമിറ്റ് ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ് എതിർദിശയിൽ വന്ന നാഷണൽ പെർമിറ്റ് ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. പരിക്കേറ്റവരെ ഉടൻ തന്നെ നാട്ടുകാരും പോലീസും ചേർന്ന് കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ബസ് യാത്രക്കാർക്കും ലോറി ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത്. അപകടത്തെ തുടർന്ന് കൊല്ലം തിരുവനന്തപുരം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കൊട്ടിയം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. ലക്ഷങ്ങൾ ചെലവാക്കി ഹൈടെക് കെട്ടിടം നിർമ്മിച്ചെങ്കിലും അംഗനവാടിയുടെ പ്രവർത്തനം ഇപ്പോഴും വാടക കെട്ടിടത്തിൽ. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ വെൺമണിയോട് വാർഡിൽ നിർമ്മിച്ച കെട്ടിടമാണ് ഉപയോഗിക്കാത്തത്. അംഗനവാടിയിലേക്ക് പോകാൻ സുരക്ഷിതമായ വഴിയില്ലാത്തതാണ് പ്രവർത്തനം ആരംഭിക്കാൻ വൈകുന്നതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. അംഗനവാടിയിലേക്ക് പോകാനുള്ള വഴിയിൽ മഴക്കാലമായാൽ വെള്ളം കുത്തിയിറങ്ങുകയാണ്. 5 ലക്ഷം വിനിയോഗിച്ചാണ് വഴിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തിയത്. അതും പ്രയോജനം ചെയ്തില്ല. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഹൈടെക് അംഗനവാടി കെട്ടിടം നിർമ്മിച്ചത്. അംഗനവാടിയിലേക്ക് കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമായി പോകാൻ അടിയന്തരമായി അധികൃതർ ഇടപെട്ട് വഴിയൊരുക്കി അംഗനവാടി വാടക കെട്ടിടത്തിൽ നിന്നും മാറ്റി പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാരും രക്ഷിതാക്കളും ആവശ്യപ്പെടുന്നു. 6 മാസമായി ഉദ്ഘാടനം ചെയ്തിട്ടേക്കുന്ന ഒരു അംഗൻവാടിയാണിത്. ഈ വഴിയുടെ പ്രശ്നം പറഞ്ഞിട്ടാണ് ഈ അംഗൻവാടി തുറന്ന് പ്രവർത്തിക്കാത്തത്. 15 വർഷമായിട്ട് വാടക കെട്ടിടത്തിലാണ് കുട്ടികൾ പഠിക്കാൻ വരുന്നത്. ഇത്രയും ലക്ഷം രൂപ പൈസ മുടക്കി ഈ കെട്ടിടം ഉണ്ടാക്കിയിട്ട് ഇത് തുറന്ന് പ്രവർത്തിക്കാനായിട്ട് ഒരു അധികാരികളും വരുന്നില്ല. ഏത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്ന് നാട്ടുകാരൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. 20 ലക്ഷം രൂപ കെട്ടിടത്തിന് ചിലവാക്കി, 5 ലക്ഷം രൂപ ഈ വഴിക്ക് വേണ്ടി റെഡിയാക്കി. എന്നിട്ട് ഇപ്പോഴും വാടക കെട്ടിടത്തിലാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത്. ഇത് ഇങ്ങനെ തുടർന്നു പോയാൽ ഇപ്പോൾ ഇന്നലെ മൊത്തം കാടായിരുന്നു. ഞങ്ങൾ കുറച്ച് പേര് ചേർന്ന് കാടെല്ലാം എടുത്ത് പാമ്പും എല്ലാം കയറി കിടക്കുവാണ് ഇവിടെ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കൗൺസിൽ യോഗത്തിൽ നിന്നും LDF അംഗങ്ങൾ ഇറങ്ങിപ്പോയി. കൊല്ലം കോർപ്പറേഷനിലാണ് LDF അംഗങ്ങളുടെ പ്രതിഷേധമുണ്ടായത്. ജനങ്ങളെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ കോർപ്പറേഷൻ അനാസ്ഥ കാട്ടുകയാണെന്ന് LDF അംഗങ്ങൾ ആരോപിച്ചു. വാക്കൌട്ട് നടത്തിയ അംഗങ്ങൾ കോർപ്പറേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പകർച്ചവ്യാധികളുടെ പിടിയിലായ കൊല്ലം ജില്ലയെ രക്ഷിക്കുക, മഴക്കാല പൂർവ്വ ശുചീകരണത്തിലെ പാളിച്ചകൾ പരിഹരിക്കുക, ഡിവിഷൻ തലത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് നൽകാമെന്ന് പറഞ്ഞ തുക നൽകുന്നതിലെ വീഴ്ചയ്ക്ക് പരിഹാരം കാണുക, തെരുവുവിളക്ക് പരിപാലനത്തിലെ വീഴ്ച പരിഹരിക്കുക, നഗരത്തിലെ തെരുവുനായികളുടെ വിളയാട്ടത്തിന് അവസാനം ഉണ്ടാക്കുക,
ABC പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് LDF കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇറങ്ങിപ്പോയ അംഗങ്ങൾ കോർപ്പറേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ബീച്ചിലെത്തിയാൽ എലിയുടെ കടിയേറ്റ് ചികിത്സ തേടേണ്ട സ്ഥിതിയാണെന്ന് LDF അംഗങ്ങൾ ആരോപിച്ചു. ആശ്രാമം മൈതാനത്ത് ശുചിമുറി മാലിന്യം തള്ളിയിട്ട് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കാണേണ്ടവരെ കണ്ടാൽ എവിടെയും മാലിന്യം തള്ളാവുന്ന സ്ഥിതിയാണ് ഉള്ളതെന്നും ഇവർ കുറ്റപ്പെടുത്തി. അനധികൃത നിയമനവും തകൃതിയായി നടക്കുകയാണെന്ന് LDF ആരോപിച്ചു. പണം വാങ്ങി കോൺഗ്രസുകാരെ തിരികെ കയറ്റുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും. മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് കൗൺസിലർമാർക്ക് 1 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞെങ്കിലും നഗരം വെള്ളക്കെട്ടിലായിട്ടും ഇതുവരെ തുക നൽകിയിട്ടില്ല. കൗൺസിലിൽ തീരുമാനങ്ങൾ എടുക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഭരണസമിതി തീരുമാനങ്ങൾ എടുക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതി നടപ്പാക്കിയ പ്രവർത്തികൾ തുടർന്നു കൊണ്ടുപോവുക മാത്രമാണ് 6 മാസമായിട്ടും പുതിയ ഭരണസമിതി ചെയ്യുന്നത്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് പുതിയ പദ്ധതികളൊന്നും നടപ്പാക്കിയിട്ടില്ല. തെരുവ് വിളക്കുകൾ പ്രകാശിക്കുന്നില്ല. ആരോഗ്യ മേഖല ICUവിലാണ്. കോർപ്പറേഷൻ പരിധിയിൽ ഷിഗല്ല, ഡെങ്കി, മഞ്ഞപ്പിത്തം എന്നിവ പകരുന്നു. പ്രതിരോധ നടപടികൾ ഒന്നും തന്നെ സ്വീകരിക്കുന്നില്ലെന്നും LDF കൗൺസിലർമാർ ആരോപിച്ചു. LDF പാർലമെന്ററി പാർട്ടി നേതാവ് C ബാബു, കൗൺസിലർമാരായ രാജേന്ദ്രൻ, റാഫി, പ്രശാന്ത, മുസ്തഫ, മഹേഷ്, സുജ, അജീന പ്രശാന്ത എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു LDFന്റെ ഇറങ്ങിപ്പോക്കും പ്രതിഷേധവും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം തേനി ദേശീയപാത വികസന പദ്ധതിക്ക് അന്തിമ അംഗീകാരം. ആദ്യ റീച്ചിന്റെ വികസനത്തിന് 1663.15 കോടിയുടെ ഭരണ സാങ്കേതിക അനുമതിയാണ് നൽകിയിരിക്കുന്നത്. കൊല്ലം കടവൂർ ബൈപ്പാസ് ജംഗ്ഷൻ മുതൽ ചെങ്ങന്നൂർ ആഞ്ഞിലിമൂട് വരെയുള്ള 54.37 കിലോമീറ്ററാണ് ആദ്യ റീച്ച്. പദ്ധതിയുടെ ഭാഗമായി 689.20 കോടി രൂപ സിവിൽ പ്രവർത്തികൾക്കായും ഭൂമി ഏറ്റെടുക്കലിനും അനുബന്ധ നടപടികൾക്കുമായി 331.64 കോടി രൂപയും കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിനും നഷ്ടപരിഹാരത്തിനുമായി 394.19 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ മാതൃകയിൽ 24 മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ 20 മീറ്റർ വീതിയുള്ള 4 വരി ദേശീയപാതയായാണ് ഈ ഭാഗം വികസിപ്പിക്കുന്നത്. 3 വലിയ പാലങ്ങൾ, 6 ചെറിയ പാലങ്ങൾ, 103 കലുങ്കുകൾ, 1 റെയിൽവേ മേൽപ്പാലം, 2 വാഹന അടിപ്പാതകൾ എന്നിവ പദ്ധതിയുടെ ഭാഗമാകും. യാത്രക്കാരുടെ സൗകര്യത്തിനായി 48 ബസ് ബേകളും 88.81 കിലോമീറ്റർ നീളത്തിൽ ആധുനിക ഡ്രെയിനേജ് സംവിധാനവും ഒരുക്കും. സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ക്രാഷ് ബാരിയറുകൾ, ആധുനിക സൈൻ ബോർഡുകൾ, സോളാർ LED, ബ്ലിങ്കറുകൾ, മീഡിയം മാസ്റ്റ് ലൈറ്റുകൾ, ഹൈ മാസ്റ്റ് ലൈറ്റുകൾ എന്നിവയും സ്ഥാപിക്കും. കൊല്ലം ബൈപ്പാസ്, മുക്കട, പേരയം, കുണ്ടറ, ചിറ്റുമല, ഭരണിക്കാവ്, ചക്കുവള്ളി, ചാരുമൂട്, കോട്ടമുക്ക്, നാലുമുക്ക്, മാങ്കാങ്കുഴി, കൊല്ലകടവ്, പെണ്ണുക്കര, ആഞ്ഞിലിമൂട് തുടങ്ങി 16 പ്രധാന ജംഗ്ഷനുകൾ ആധുനിക നിലവാരത്തിലേക്ക് ഉയർത്തും. ചിറ്റുമല, മൂന്നുമുക്ക്, കടപുഴ, പുന്നമൂട്, ഊക്കൻമുക്ക്, ശൂരനാട്, തെക്കേമുറി, കണ്ണമം, ആനയടി, വയ്യാങ്കര, ചാവടി, ഗുരുനാഥൻകുളങ്ങര, ചുനക്കര, കോടുകുളഞ്ഞി, പണിപ്പുരപ്പടി എന്നിവയുൾപ്പെടെ 18 ചെറു ജംഗ്ഷനുകളും നവീകരിക്കും. കൊല്ലം തേനി പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ 1600 കോടിയിലധികം രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, ഉത്തരവ് വന്നിട്ടുണ്ട്. ദേശീയപാതകളുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ നൽകുന്ന ആ വലിയ പിന്തുണയുണ്ട്. അതാണ് നമ്മുടെ ജില്ലയിൽ രണ്ടാമത്തെ ഹൈവേയുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഈ തുക അനുവദിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ വലിയ ഒരു വഴിത്തിരിവായി മാറും. ആ തുക അനുവദിക്കുകയും അവരുടെ നിർമ്മാണ പ്രവർത്തനത്തിന് വേഗത കൂട്ടുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിനെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കൊല്ലം, കുണ്ടറ, കുന്നത്തൂർ, ഭരണിക്കാവ്, ചാരുമൂട്, ചെങ്ങന്നൂർ മേഖലകളിലെ യാത്രാസമയം ഗണ്യമായി കുറയും. ചരക്ക് ഗതാഗതം കൂടുതൽ കാര്യക്ഷമമാകും. വ്യാപാര, വ്യവസായ, കാർഷിക, വിനോദസഞ്ചാര മേഖലകൾക്ക് പുതിയ സാധ്യതകൾ തുറന്നു കിട്ടും. ദീർഘകാലമായി വികസനത്തിന്റെ കാത്തിരിപ്പിലായിരുന്ന മധ്യ തിരുവിതാംകൂർ മേഖലയ്ക്ക് ഇത് വലിയ ഉത്തേജനമാകും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അച്ചൻകോവിലിൽ കുടിവെള്ള വിതരണം നിലച്ചിട്ട് 1.5 മാസം. 100 കണക്കിന് കുടുംബങ്ങൾ വലയുന്നു. അച്ചൻകോവിലിലെ ഏക വാട്ടർ ടാങ്കിന്റെ തകർച്ചയാണ് ഇവിടെ വെള്ളം കിട്ടാത്തതിന് കാരണം. കുടിവെള്ളം ലഭിക്കാത്ത സാഹചര്യത്തിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. 1982 നിർമ്മിച്ച അച്ചൻകോവിലിലെ ഏക വാട്ടർ ടാങ്കാണ് ഈ പ്രദേശത്തിന്റെ ആശ്രയം. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ടാങ്ക് നിലവിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി
മലിനമായ അവസ്ഥയിലാണ്. അക്കാലത്ത് സ്ഥാപിച്ച പൈപ്പുകൾ ഭൂരിഭാഗം പ്രദേശങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. പദ്ധതിയുടെ പ്രധാന പമ്പ് ഹൗസ് കെട്ടിടം പൂർണ്ണമായും തകർന്ന് ഏതു നിമിഷവും വീഴാവുന്ന സ്ഥിതിയിലാണ്. പവർ കട്ടുകൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധിക്ക് പുറമെ 1.5 കിലോമീറ്ററോളം ദൂരെയുള്ള മലമുകളിലെ ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്ത ശേഷമാണ് താഴേക്ക് വിതരണം ചെയ്യേണ്ടത്. എന്നാൽ പ്രധാന വിതരണ പൈപ്പുകളെല്ലാം തകർന്നു കിടക്കുകയാണ്. ഇതിനാൽ ജലം പലയിടങ്ങളിലും പാഴാകുന്നു. സ്വന്തമായി കിണറുകളില്ലാത്ത ആദിവാസി ഊരുകളിൽ താമസിക്കുന്നവരും പുറമ്പോക്ക് ഭൂമിയിൽ കഴിയുന്നവരുമാണ് ജലക്ഷാമം ഏറ്റവും രൂക്ഷമായി നേരിടുന്നത്. ഇവർക്ക് വെള്ളം കിട്ടാൻ മറ്റ് മാർഗങ്ങളൊന്നും തന്നെയില്ല. ദിവസവും അരമണിക്കൂറെങ്കിലും ലഭിച്ചിരുന്ന വെള്ളമാണ് ഇപ്പോൾ 1.5 മാസമായി മുടങ്ങിയിട്ടുള്ളത്. രണ്ട് കൈയും വയ്യ, കാലിലെ കമ്പി കിടക്കുന്ന എനിക്ക് ഒരു വെള്ളം പോലും കോരാൻ പോകാൻ പറ്റത്തില്ല. ആരും ഈ രഞ്ജനിയാ വെള്ളം തരുന്നേ. 1 മാസം കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. എങ്ങനെ നിങ്ങളോട് സഹായം ചെയ്ത് തരണേ. എനിക്ക് കിണറില്ല, 3 സെന്റ് സ്ഥലമേ ഉള്ളു, അതിൽ വീട് മാത്രമേ ഉള്ളു. നോക്കാനോ പഠിക്കാനോ ആരും ഒന്നും കോരി തരത്തുമില്ല, ഒന്നും ചെയ്യത്തില്ല. ഞാൻ എന്താ ചെയ്യാനാണ് പറ. വെള്ളം ഇല്ലാതെ ഞാൻ ഭയങ്കര എനിക്ക് ബുദ്ധിമുട്ടാ. തുണി നനയ്ക്കാനോ വെള്ളം കോരാനോ ഭയങ്കര ബുദ്ധിമുട്ടാക്കളെ. എനിക്ക് എങ്ങനെയാലും സഹായിച്ച് എനിക്ക് വെള്ളം തരണേ. കുടിവെള്ള പ്രശ്നം രൂക്ഷമായതോടെ നാട്ടുകാരും ജനപ്രതിനിധികളും തമ്മിൽ നിരന്തരം വാക്കേറ്റവും ഉണ്ടാകുന്നുണ്ട്. വാട്ടർ അതോറിറ്റി അധികൃതരെ സമീപിക്കുമ്പോൾ പൈപ്പ് നന്നാക്കാനോ അറ്റകുറ്റപ്പണികൾക്കോ കരാറുകാർ മുന്നോട്ട് വരുന്നില്ല എന്ന മറുപടിയാണ് കിട്ടുന്നത്. നേരത്തെ ജോലി ചെയ്ത കരാറുകാർക്ക് ലക്ഷക്കണക്കിന് രൂപ കുടിശ്ശിക ഉണ്ട്. ഇതുമൂലം പുതിയ ആളുകൾ കരാറെടുക്കാൻ മടിക്കുന്നു. കുടിവെള്ളം പുനഃസ്ഥാപിക്കാൻ വാട്ടർ അതോറിറ്റിയുടെ പുല്ലൂർ വിഭാഗവും ആര്യങ്കാവ് പഞ്ചായത്ത് അധികൃതരും അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. റീൽസ് ചിത്രീകരണത്തിനിടെ ബൈക്ക് അപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചു. കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങര സ്വദേശി അരവിന്ദാണ് മരിച്ചത്. 2 ആഡംബര ബൈക്കുകളുടെ ഹാൻഡിലുകൾ തമ്മിൽ കുരുങ്ങി നിയന്ത്രണം വിട്ട് കടയിലേക്ക് പാഞ്ഞു കയറിയായിരുന്നു അപകടം. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. സുഹൃത്തുക്കൾക്കൊപ്പം റീൽസ് ചിത്രീകരിക്കുന്നതിനിടെയുണ്ടായ അപകടത്തിലാണ് നഴ്സിംഗ് വിദ്യാർത്ഥി തൽക്ഷണം മരിച്ചത്. കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങര തിരുവാതിരയിൽ വിമുക്ത ഭടൻ രാജുവിന്റെയും കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂൾ അധ്യാപിക രാജുവിന്റെയും മകൻ അരവിന്ദാണ് മരിച്ചത്. വേഗത്തിൽ വന്ന 2 ആഡംബര ബൈക്കുകളുടെ ഹാൻഡിലുകൾ പരസ്പരം കുരുത്ത നിയന്ത്രണം വിട്ട സമീപത്തെ ടൈൽ വ്യാപാര കേന്ദ്രത്തിലേക്ക് പാഞ്ഞു കയറിയായിരുന്നു അപകടം. മറ്റൊരു ബൈക്ക് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചാണ് നിന്നത്. ഓടിച്ച യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. ഒപ്പമുണ്ടായിരുന്ന 2 പേർക്കും പരിക്കേറ്റു. പോരുവഴി മലനട സ്വദേശി ആദർശ, കാട്ടിൽക്കടവ് സ്വദേശി കാർത്തിക്, തഴവ സ്വദേശി ദേവദർശൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ കാർത്തിക്കിനെ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. തുടയില് തകർന്ന ആദർശിനെ ശാസ്താംകോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. ചക്കുവള്ളി പുതിയകാവ് പാതയിൽ തൊടിയൂർ പാലത്തിന് കിഴക്ക് ടൈൽ വ്യാപാര കേന്ദ്രത്തിന് മുന്നിലായിരുന്നു അപകടം. 3 ബൈക്കുകളിലായി 6 അംഗ സംഘമാണ് റീൽസ് ചിത്രീകരണത്തിനായി എത്തിയത്. ആദ്യം ചക്കുവള്ളി ഭാഗത്തേക്ക് പോയ സംഘം തിരികെ വരുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. മുന്നിലെ ബൈക്കിൽ പോയ യുവാക്കൾ പിന്നാലെ അരവിന്ദും മറ്റു സുഹൃത്തുക്കളും ബൈക്കിൽ വരുന്നതിന്റെ ദൃശ്യം പകർത്തിക്കൊണ്ടുവരികയായിരുന്നു. 2 ബൈക്കുകളും വേഗത്തിലായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇതിനിടെ അപ്രതീക്ഷിതമാണ് ബൈക്കുകളുടെ ഹാൻഡിലുകൾ പരസ്പരം കുരുത്തത്. അരവിന്ദ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് സമീപത്തെ ടൈൽ വ്യാപാര കേന്ദ്രത്തിലേക്ക് പാഞ്ഞു കയറുകയും പോസ്റ്റിൽ ഉൾപ്പെടെ ഇടിക്കുകയുമായിരുന്നു. യാത്രക്കാരും വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരും ചേർന്നാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ലോറി നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് മറിഞ്ഞു. അപകടത്തിൽ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ശാസ്താംകോട്ട പുന്നമൂട്ടിലായിരുന്നു അപകടം. കർണാടകയിൽ നിന്നും പച്ചക്കറി തൈകളുമായി കുണ്ടറയിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ശാസ്താംകോട്ട പുന്നമൂട്ടിലാണ് വാഹനാപകടമുണ്ടായത്. കർണാടകയിലെ ഹുസൂരിൽ നിന്നും പച്ചക്കറി തൈകളുമായി കുണ്ടറയിലേക്ക് പോവുകയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് മറിയുകയായിരുന്നു. ഡ്രൈവർ മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ശാസ്താംകോട്ട പോലീസ്, അഗ്നിരക്ഷാസേന എന്നിവരെത്തി റിക്കവറി വാഹനം ഉപയോഗിച്ചാണ് അപകടത്തിൽപ്പെട്ട വാഹനം റോഡിൽ നിന്ന് നീക്കം ചെയ്തത്. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ആലപ്പാട് തീരത്ത് പുലിമുട്ട് പദ്ധതിയുടെ എസ്റ്റിമേറ്റ് തുക 583.25 കോടി രൂപയായി വർദ്ധിപ്പിച്ചതായി CR മഹേഷ് MLA.
ആലപ്പാടിനായി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സമഗ്ര പുലിമുട്ട് പദ്ധതി നടപ്പാക്കുമെന്ന് സർക്കാർ 2023 ഉത്തരവിറക്കിയിരുന്നു. കിഫ്ബിയുടെ സാമ്പത്തിക അനുമതിക്കായി സമർപ്പിച്ചപ്പോൾ മന്ത്രിസഭയുടെ അംഗീകാരം ആവശ്യമാണെന്ന കാരണം കൊണ്ട് മാറ്റിവെക്കുകയായിരുന്നുവെന്ന് MLA പറഞ്ഞു. 1 മാസത്തിനകം ഭരണാനുമതി നൽകുന്നതാണെന്ന് മന്ത്രി മോൻസ് ജോസഫ് ഉറപ്പ് നൽകിയതായും MLA അറിയിച്ചു. ആലപ്പാട് കടൽ തീരത്ത് കടലാക്രമണത്തിൽ നിന്ന് തീരത്തെ സംരക്ഷിക്കുന്നതിനായി പുലിമുട്ട് സ്ഥാപിക്കുന്ന പദ്ധതിക്ക് 583.25 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിച്ചതായി CR മഹേഷ് MLA അറിയിച്ചു. ആലപ്പാടിനായി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സമഗ്ര പുലിമുട്ട് പദ്ധതി നടപ്പാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ച് 2023 ഉത്തരവിറക്കിയിരുന്നു. കിഫ്ബിയുടെ സാമ്പത്തിക അനുമതിക്കായി സമർപ്പിച്ചപ്പോൾ മന്ത്രിസഭയുടെ അംഗീകാരം ആവശ്യമാണെന്ന കാരണം കൊണ്ട് മാറ്റിവെക്കുകയായിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് മന്ത്രിസഭ ADBയിൽ നിന്നും വായ്പ കണ്ടെത്തി പദ്ധതി നടപ്പാക്കുന്നതിന് തീരുമാനിക്കുകയും ഉത്തരവിറക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ജലവിഭവ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മിഷൻ ഡയറക്ടർ ആലപ്പാട് പുലിമുട്ട് നിർമ്മാണത്തിന് 583.25 കോടിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. CRZ അനുമതിക്കായുള്ള നടപടി നടന്നു വരികയാണ്. 1 മാസത്തിനകം സർക്കാരിൽ നിന്നുള്ള ഭരണാനുമതി നൽകുന്നതാണെന്ന് മന്ത്രി മോൻസ് ജോസഫ് ഉറപ്പു നൽകിയതായി MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക്. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് ബസ് ഉടമകൾ സമരത്തിനൊരുങ്ങുന്നത്. സംസ്ഥാന ബജറ്റിൽ അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ സർവീസുകൾ നിർത്തിവെച്ച് സമരം ആരംഭിക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് സ്വകാര്യ ബസ് ഉടമകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. സ്ത്രീ യാത്രക്കാർ കൂടിയില്ലെങ്കിൽ സർവീസ് നടത്താൻ കഴിയില്ലെന്ന് ബസ് ഉടമകൾ പറയുന്നു. വൻ നഷ്ടമാണ് സഹിക്കേണ്ടി വരിക. സർവീസ് നിർത്തിയാൽ നിരവധി പേർക്ക് തൊഴിൽ നഷ്ടമാകും. സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്ന പ്രഖ്യാപനമാണ് സർക്കാർ നടത്തിയിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ നിരക്ക് വർദ്ധിപ്പിച്ചിട്ട് 15 വർഷമായി. ബജറ്റിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുവെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ഭാരവാഹികൾ പറഞ്ഞു. മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അവർ പറഞ്ഞു. സ്വകാര്യ ബസ്സുകൾ നിലനിൽക്കാൻ പാക്കേജ് വേണം. 19 ശേഷം ബസ് ഉടമകളുടെ സംയുക്ത യോഗം ചേരും. മേഖലയെ സംരക്ഷിക്കുന്ന തീരുമാനമുണ്ടായില്ലെങ്കിൽ ബജറ്റിന് ശേഷം സ്വകാര്യ ബസ് പണിമുടക്കുണ്ടാകും. സർക്കാർ പറഞ്ഞ പൈസയ്ക്കാണ് സ്വകാര്യ ബസ്സുകൾ ഓടുന്നത്. KSRTCക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ സ്വകാര്യ ബസ് സർവീസിനും വേണം. മത്സ്യബന്ധനത്തിന് മണ്ണെണ്ണ സബ്സിഡി കൊടുക്കുന്നത് പോലെ ഇന്ധനത്തിൽ ഇളവ് വേണം. ഇൻഷുറൻസ് സർക്കാർ ഏറ്റെടുക്കണം. ബസ് സ്റ്റാൻഡുകളിലെ ഫീസ് ഒഴിവാക്കണം. വിദ്യാർത്ഥി യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണം. പൊതുയാത്രക്കാരുടെ നിരക്കിലും വർധനയുണ്ടാകണം. ഡീസൽ സബ്സിഡി, ഇൻഷുറൻസ് ഇളവ് എന്നിവ പാക്കേജിൽ വേണമെന്നും ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. അഗ്നിരക്ഷാസേന പരാജയപ്പെട്ടിടത്ത് നേട്ടം കൈവരിച്ച് വിദ്യാർത്ഥികൾ. കൊല്ലം കമ്മീഷണർ ഓഫീസിന് മുന്നിലെ മേൽപ്പാലത്തിലെ സ്പാനിനടിയിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷിക്കാനാണ് അഗ്നിരക്ഷാസേനയ്ക്ക് കഴിയാതിരുന്നത്. പൂച്ചയെ രക്ഷപ്പെടുത്തിയതാകട്ടെ BCA 2ാം വർഷ വിദ്യാർത്ഥികളാണ്. കൊല്ലം കമ്മീഷണർ ഓഫീസിന് മുന്നിലെ മേൽപ്പാലത്തിന്റെ സ്പാനിനടിയിലാണ് പൂച്ച കുടുങ്ങിയത്. പൂച്ചക്കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ക്രൈംബ്രാഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഇവർക്ക് പൂച്ചയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സ്പാനിൽ ഒരു ചെറിയ വിടവ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിലൂടെ കമ്പും റോപ്പും ഉപയോഗിച്ച് പൂച്ചക്കുഞ്ഞിനെ രക്ഷിക്കാൻ നോക്കിയെങ്കിലും അവസാനം ശ്രമം ഉപേക്ഷിച്ച് ഇവർ മടങ്ങുകയായിരുന്നു. ഒരു പൂച്ചക്കുഞ്ഞ് അതിനിടെ 2 ബീമുകൾക്കിടയിൽ കുടുങ്ങിയതാണ്. അതിനിടയിൽ കൈ കടത്താൻ പോലും ഒരു കമ്പ് കയറാൻ പോലുള്ള ഗ്യാപ്പില്ല. അതാണ് സംഭവിച്ചത്. അത് എടുക്കാൻ പറ്റുന്നില്ല. പൂച്ച കമ്പ് വെച്ച് കുത്തുന്നതിനിടയ്ക്ക് അങ്ങ് അകത്തോട്ട് കയറി പോവുക. അത് പുറത്തോട്ട് ഇറങ്ങി വരുന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ എന്തുവരിക്കും അവന്റെ അവസ്ഥ? എങ്ങനെയോ ആരോ കൊണ്ടിട്ടതങ്ങാണമായിരിക്കും. ഇട്ട വഴി അങ്ങനെ അതിനിടയ്ക്ക് കയറിയതായിരിക്കും. ഇനി തനിയെ ഇറങ്ങി പോകാനുള്ള വല്ല ചാൻസ് ഒരു രക്ഷയില്ല. ഇറങ്ങി വരികയാണെങ്കിൽ നമുക്ക് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്താണ് കൊല്ലം സിറ്റി പോലീസ് സൈബർ പോലീസ് സ്റ്റേഷനിൽ സൈബർ സെക്യൂരിറ്റിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന BCA 2ാം വർഷ വിദ്യാർത്ഥികളായ സിദ്ധാർത്ഥും ഷാരോൺ ജോർജും പൂച്ചക്കുട്ടിയുടെ കരച്ചിൽ കേട്ടത്. പൂച്ചയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് ഇവർ തീരുമാനിക്കുന്നു. ക്ലാസ് കഴിഞ്ഞ് വൈകിട്ട് പാലത്തിലെത്തിയ ഇവർ പൂച്ചയുടെ കരച്ചിൽ കേട്ട സ്ഥലം ശ്രദ്ധിച്ചു. മൊബൈൽ ഫോണിന്റെ അൾട്രാ ക്യാമറ ഉപയോഗിച്ച് പൂച്ചയിരിക്കുന്ന സ്ഥാനം ക്യാമറയിലൂടെ കണ്ടെത്തി. പിന്നീട് യൂട്യൂബിൽ പൂച്ചക്കുഞ്ഞിന് പൂച്ചയുടെ സൗണ്ട് കേൾപ്പിച്ചു. അപ്പോൾ പൂച്ചക്കുട്ടിയിൽ ചെറിയ പ്രതികരണമുണ്ടായി. മൊബൈൽ ഫോൺ കുറച്ചുകൂടി അകലത്തേക്ക് വെച്ചു. ശബ്ദം കേട്ട പൂച്ചക്കുഞ്ഞ് അടുത്തേക്ക് വന്നു.
ഈ സമയം മറ്റേയാൾ പൂച്ചക്കുട്ടിയെ പിടികൂടുകയായിരുന്നു. ഓക്കെ, ഞങ്ങൾ ഫാത്തിമ കോളേജിലെ സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾ ആക്ച്വലി കൊല്ലം സൈബർ പോലീസ് സ്റ്റേഷനിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അവിടെ ആക്ച്വലി കമ്മീഷണർ ഓഫീസിൻ്റെ അവിടെ ഒരു ബ്രിഡ്ജുണ്ട്. ഈ ബ്രിഡ്ജിലൊരു പൂച്ചയുടെ കരച്ചിൽ ഇങ്ങനെ 2-3 ദിവസമായിട്ട്, ഒരു പൂച്ചക്കുട്ടിയുടെ കരച്ചിൽ 2-3 ദിവസമായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവിടെ ഒരു പൂച്ചക്കുട്ടി പെട്ടിരിക്കുമായിരുന്നു. അതിനിടയ്ക്ക് ഒരു എന്താ പറയുക ഗട്ടർ പോലെ ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ പൂച്ചക്കുട്ടി പെട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഫയർഫോഴ്സ് ട്രൈ ചെയ്തു. ഫയർഫോഴ്സ് അവരുടെ ബെസ്റ്റ് അവർ ട്രൈ ചെയ്തു. 2 ദിവസം ട്രൈ ചെയ്തിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു, കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫയർഫോഴ്സ് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബ്രിഡ്ജിൻ്റെ മുകളിൽ ഇങ്ങനെ നടന്ന് കയറിയിട്ട് ഞങ്ങൾ ഒന്ന് നോക്കി ഞങ്ങളുടെ രീതിയിൽ. അപ്പോൾ ആദ്യത്തെ ദിവസം ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. 2ാമത്തെ ദിവസം ഞങ്ങൾക്ക് ഇങ്ങനെ മൈൻഡിൽ തോന്നി യൂട്യൂബിൽ ക്യാറ്റിൻ്റെ സൗണ്ട്, അതായത് ക്യാറ്റ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള വേറെ ക്യാറ്റ്സിൻ്റെ സൗണ്ട് ഇങ്ങനെ ഉണ്ട്. അത് അത്ര എഫക്റ്റീവ് ആണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അത് ഞങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞങ്ങൾ സൗണ്ട് പ്ലേ ചെയ്തപ്പോൾ ഈ പൂച്ചക്കുട്ടി അകത്തുനിന്ന് റെസ്പോണ്ട് ചെയ്യുന്നതായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഓക്കെ സൗണ്ട് പ്ലേ ചെയ്ത് അതിന് പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് കൈയിട്ട് എടുക്കുകയാണ്. അങ്ങനെ ഞങ്ങളതിനെ സൗണ്ട് പ്ലേ ചെയ്ത് പുറത്തോട്ട് കൊണ്ടുവന്നു, കൈയിട്ട് എടുത്തു. അപ്പോൾ അതായിരുന്നു ഉണ്ടായത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അവശനിലയിലായ പൂച്ചയെ മൃഗാശുപത്രിയിൽ എത്തിച്ചു. മരുന്നും ഇഞ്ചക്ഷനും നൽകി. അടുത്ത പ്രശ്നം പൂച്ചയെ താമസിപ്പിക്കാൻ സ്ഥലമില്ല എന്നതായിരുന്നു. ഈ സമയം മൃഗാശുപത്രിയിലെത്തിയ താമരക്കുളം സ്വദേശി ഹർഷിത പൂച്ചയെ വളർത്താനായി ഇവരുടെ കയ്യിൽ നിന്നും കൊണ്ടുപോവുകയും ചെയ്തു. 3 മാസം പ്രായമുള്ള പെൺപൂച്ചയായിരുന്നു ഇത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. KSRTC ബസും ലോറിയും കൂട്ടിയിടിച്ച അപകടം. 10 പേർക്ക് പരിക്ക്. കൊട്ടിയം പറക്കുളത്തായിരുന്നു അപകടം. കൊല്ലം തേനി ദേശീയപാത വികസന പദ്ധതിക്ക് അന്തിമ അംഗീകാരം. ആദ്യ റീച്ചിന്റെ വികസനത്തിന് 1663.15 കോടിയുടെ ഭരണ സാങ്കേതിക അനുമതി. കൊല്ലം കടവൂർ ബൈപ്പാസ് ജംഗ്ഷൻ മുതൽ ചെങ്ങന്നൂർ ആഞ്ഞിലിമൂട് വരെയുള്ള 54.37 കിലോമീറ്ററാണ് ആദ്യ റീച്ച്. റീൽസ് ചിത്രീകരണത്തിനിടെ ബൈക്ക് അപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചു. കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങര സ്വദേശി അരവിന്ദാണ് മരിച്ചത്. 3 പേർക്ക് പരിക്കേറ്റു. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധം. സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക്. സംസ്ഥാന ബജറ്റിൽ അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ സർവീസുകൾ നിർത്തിവെക്കുമെന്ന് ബസ് ഉടമകൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.